മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി. മനോജ്, ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. എല്ലാ മേഖലയിൽ നിന്നുമുള്ള വിവരങ്ങളും ഇപ്പോൾ ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു. UDF തൂത്തുവാരി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ചിത്രത്തെ? കൃഷ്ണേന്ദു, സംസ്ഥാനത്തെമ്പാടും UDFന്റെ ഒരു വലിയ തരംഗം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടി LDFന് സംഭവിച്ചിരിക്കുന്നു, CPMന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വലിയ തിരിച്ചടി LDFന് ഉണ്ടായിരിക്കുന്നു. അത് സംസ്ഥാന രാഷ്ട്രീയമാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. ആ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി നേരിട്ടത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ജനവിധിയായി കൂടി മാറുകയാണ്. ഇത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് LDFന്. LDF സർക്കാരിന് തിരുത്തേണ്ടത് തിരുത്തും എന്ന് CPM നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി എല്ലാ ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട്. സമാനമായ ഒരു തിരിച്ചടി കണ്ണൂർ ജില്ലയിൽ നിന്നും നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. നിരവധി 8 പഞ്ചായത്തുകൾ LDFിൽ നിന്നും UDF കണ്ണൂർ ജില്ലയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഏതാണ്ട് തൂത്തുവാരുന്ന രീതിയിലുള്ള മികച്ച പ്രകടനമാണ് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പല CPMന്റെ കോട്ടകളും തകരുന്ന ഒരു സാഹചര്യം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നതിനപ്പുറം മറ്റൊരു വാക്ക് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് നൽകാൻ കഴിയില്ല. അത്രയധികം തിരിച്ചടി എല്ലാ ഇടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനുകളുടെ മൊത്തത്തിൽ, സംസ്ഥാനത്തെ മൊത്തത്തിൽ കോർപ്പറേഷന്റെ സ്ഥിതി എടുത്താലും അത് തന്നെയാണ്. കൊല്ലം കോർപ്പറേഷൻ LDFന് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ തിരിച്ചടിയുടെ ആഘാതം എത്രയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതേ സാഹചര്യം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിലും ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ പരമ്പരാഗതമായി UDFന്റെ ഒരു കോട്ട തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അവിടെ കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത തലത്തിലേക്ക് LDF പോയി എന്നുള്ളതാണ് ഏക ആശ്വാസം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു സീറ്റ് വർദ്ധിപ്പിക്കാനായി എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കണ്ണൂർ ജില്ലയിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 17 ആയിരുന്നു, ഇത്തവണ അത് 18ആയി വർദ്ധിച്ചിട്ടുണ്ട്. UDFന്റേത് 7 ആണ്, ആ 7 തന്നെ നിൽക്കുകയാണ്. ഒരു സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. മയ്യിൽ ഡിവിഷൻ LDFിൽ നിന്നും UDF പിടിച്ചെടുത്തപ്പോൾ പേരാവൂർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് LDFന്. അങ്ങനെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി വിലയിരുത്തിയത്. അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൂടി പരമ്പരാഗതമായി UDFന്റെ ഒരു കോട്ടയാണ് ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധി. അവിടെ കടന്നു ചെല്ലാൻ കയറും എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഫലപ്രദമായില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ 36 ഡിവിഷനുകളിലാണ് UDF വിജയിച്ചത്. 15ഇടത്താണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. 4ഇടത്ത് BJP വിജയിച്ചു, NDA വിജയിച്ചു എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അറക്കൽ എന്ന മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും കോട്ടയിൽ SDPI വിജയിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഫലങ്ങളെയൊക്കെ ആകെ വിലയിരുത്തുമ്പോൾ UDFും ചിന്തിക്കേണ്ടതുണ്ട് എന്ന കാര്യവും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതുകൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു 40ലധികം സീറ്റിലേക്ക് UDF പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും വലിയ തിരിച്ചടി സംസ്ഥാനത്താകെ ഉണ്ടായി, കണ്ണൂർ കോർപ്പറേഷനിലും ഉണ്ട്.